Second semester BSc degree examination April 2022 സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ കോംപ്ലിമെൻ്ററി പേപ്പറായിട്ടുള്ള പ്രോബബിലിറ്റി തിയറി അതിലെ സെക്ഷൻ ബിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ സോൾവ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഡിഫൈൻ പാർട്ടീഷൻ ഓഫ് ദ സാമ്പിൾ സ്പേസ്. Prove that the events A and A complement intersection B partition the sample space into two where A and B are exhaustive events. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് പാർട്ടീഷൻ ഓഫ് എ സാമ്പിൾ സ്പേസ് എന്ന് നോക്കാം. The events A1, A2, etc. AN are called the partition of the sample space if A1 union A2 union etc. union AN is equal to S. അതായത് ആ പ്രോപ്പർട്ടീനെ എക്സോസ്റ്റീവ് എന്നാണ് പറയും. അതായത് ഇവൻറ്റുകൾ എക്സോസ്റ്റീവ് ആയിരിക്കണം. ആൻഡ് A1 ഇൻ്റർസെക്ഷൻ A2 ഇൻ്റർസെക്ഷൻ എക്സെട്ര ഇൻ്റർസെക്ഷൻ AN ഇസ് ഈക്വൽ ടു 5. ദറ്റ് ഈസ് മ്യൂച്വലി എക്സ്ക്ലൂസീവ്. അപ്പം കുറച്ച് ഇവൻറ്റുകൾ പാർട്ടീഷൻ ഓഫ് ദ സാമ്പിൾ സ്പേസ് ആണ് എന്ന് പറയണമെങ്കിൽ അവരുടെ യൂണിയൻ എടുത്താൽ സാമ്പിൾ സ്പേസ് കിട്ടണം. ആൻഡ് അവരുടെ ഇൻ്റർസെക്ഷൻ എടുത്താൽ നൾ സെറ്റ് ആയിരിക്കണം. അതായത് ദേ ഷുഡ് ബി എക്സോസ്റ്റീവ് ആൻഡ് മ്യൂച്വലി എക്സ്ക്ലൂസീവ്. ഇതാണ് നമുക്ക് അറിയുന്നത് പാർട്ടീഷനെ കുറിച്ചുള്ള ഡെഫിനിഷൻ. ഇനി നമുക്ക് കാണിക്കേണ്ടത് എയും എ കോംപ്ലിമെൻ്റ് ഇൻ്റർസെക്ഷൻ ബിയും പാർട്ടീഷൻ ഓഫ് ദ സാമ്പിൾ സ്പേസ് ആണ് എന്നാണ് കാണിക്കേണ്ടത്. അതായത് എയും എ ഇൻ്റർസെക്ഷൻ ബിയുടെ യൂണിയൻ എടുത്താൽ സാമ്പിൾ സ്പേസും അവരുടെ ഇൻ്റർസെക്ഷൻ എടുത്താൽ നമുക്ക് നൾ സെറ്റും കിട്ടണം. ആൻഡ് ഗിവൺ ദാറ്റ് എ ആൻഡ് ബി ആർ എക്സോസ്റ്റീവ് ഇവൻറ്റ്സ്. ഇതാണ് നമ്മളിനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് എ ആൻഡ് ബി ആർ എക്സോസ്റ്റീവ് ഇവൻറ്റ്സ് എന്ന് തന്നിട്ടുണ്ട്. ഇപ്പോൾ എയും ബിയും എക്സോസ്റ്റീവ് ആയതുകൊണ്ട്, എക്സോസ്റ്റീവ് എന്ന് പറഞ്ഞാൽ അവരുടെ യൂണിയൻ സാമ്പിൾ സ്പേസ് ആയിരിക്കും. അപ്പോൾ ദാറ്റ് മീൻസ് എ യൂണിയൻ ബി ഇസ് ഈക്വൽ ടു എസ്. അപ്പോൾ ഇതാണ് നമുക്ക് അറിയുന്ന കണ്ടീഷൻ. ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് എയും എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബിയും പാർട്ടീഷൻ ഓഫ് ദ സാമ്പിൾ സ്പേസ് ആണ് എന്നാണ് കാണിക്കേണ്ടത്. അപ്പോൾ നമ്മൾ എയുടെയും എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബിയുടെയും യൂണിയനാണ് ആദ്യം എടുത്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇവരുടെ യൂണിയൻ എടുക്കുമ്പം അപ്പോൾ ഇതിന് നമുക്കൊരു ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട് നമുക്ക് ഒന്ന് ബ്രാക്കറ്റ് മാറ്റാം. അപ്പോൾ എ യൂണിയൻ എ കോംപ്ലിമെൻറ്റ് എന്ന് ആദ്യം വരും. എ യൂണിയൻ എ കോംപ്ലിമെൻറ്റ് എന്ന് വരുന്നു. ഇൻ്റർസെക്ഷൻ എ യൂണിയൻ ബി എന്ന് വരും. എ യൂണിയൻ ബി എന്നാണ് വരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അറിയുന്നൊരു കാര്യം, വാട്ട് ഈസ് എ യൂണിയൻ എ കോംപ്ലിമെൻറ്റ്? ഒരു ഇവൻറ്റും അതിൻ്റെ കോംപ്ലിമെൻറ്റിൻ്റെയും കൂടി യൂണിയൻ എടുത്താൽ നമുക്ക് ഹോൾ സാമ്പിൾ സ്പേസ് കിട്ടും. അപ്പോൾ എസ്. ഇൻ്റർസെക്ഷൻ ഇവിടെ എ യൂണിയൻ ബി ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തന്നിട്ടുണ്ട് എ ആൻഡ് ബി ആർ എക്സോസ്റ്റീവ്. അതുകൊണ്ട് എ യൂണിയൻ ബിയും എസ് ആണ് നമുക്കറിയാം. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നത് എസ് ഇൻ്റർസെക്ഷൻ എസ് എന്നാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എസ്. അപ്പം ഇവരുടെ യൂണിയൻ എടുത്തപ്പോൾ എസ് എന്ന് കിട്ടി. ദാറ്റ് മീൻസ് ദീസ് ടു ഇവൻറ്റ്സ് ആർ, ദാറ്റ് മീൻസ് എ ആൻഡ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി ആർ എക്സോസ്റ്റീവ് ഇവൻറ്റ്സ്. അവർ എക്സോസ്റ്റീവ് ആണ് എന്ന് നമുക്ക് മനസ്സിലായി അല്ലേ. ഇനി അടുത്തതായിട്ട് നമുക്ക് അവരുടെ ഇൻ്റർസെക്ഷൻ നോക്കാം. അതായത് എ ഇൻ്റർസെക്ഷൻ എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു, നമ്മൾ ബ്രാക്കറ്റ് മാറ്റിയാൽ എ ഇൻ്റർസെക്ഷൻ എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി എന്ന രീതിയിൽ നമുക്ക് എഴുതാം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നൊരു കാര്യം, എ ഇൻ്റർസെക്ഷൻ എ കോംപ്ലിമെൻറ്റ് ഇവിടെ വന്നിട്ടുണ്ട് അല്ലേ. എയും എ കോംപ്ലിമെൻറ്റിൻ്റെയും ഇൻ്റർസെക്ഷൻ വിൽ ബി നൾ സെറ്റ്. ദറ്റ് ഈസ് 5. 5 ഇൻ്റർസെക്ഷൻ ബി എന്നാണ് വരുന്നത്. ദറ്റ് ഈസ് ഈക്വൽ ടു 5 എന്ന് കിട്ടി. ദാറ്റ് മീൻസ് എ ആൻഡ് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ്. അപ്പം ഇവർ എക്സോസ്റ്റീവ് ആണ് എന്നും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ് എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് പറയാം ദേ ഫോം എ പാർട്ടീഷൻ ഓഫ് ദി സാമ്പിൾ സ്പേസ്. എയും എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബിയും എന്താണ്? ദേ ഫോം എ പാർട്ടീഷൻ ഓഫ് ദി സാമ്പിൾ സ്പേസ്. അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ബേസ് തിയറം. Let S be the sample space of a random experiment which is partitioned into n mutually exclusive events B1, B2, etc. Bn. And let A be an event in the sample space which can happen only if any one of the events B1, B2, etc. Bn happens. Then probability of Bi given A is equal to
probability of bi into probability of a given bi divided by probability of b1 into probability of a given b1 plus probability of b2 into probability of a given b2 etc. plus probability of bn into probability of a given bn where I is equal to 1, 2, 3 up to n. അതായത് ഇവിടെ നമുക്ക് കുറച്ച് ഇവൻറ്റുകളുണ്ട്. ആ ഇവൻറ്റുകൾ പാർട്ടീഷൻ ഓഫ് ദ സാമ്പിൾ സ്പേസ് ആണ്. അതായത് B1 B2 എക്സെട്ര BN എന്ന് പറഞ്ഞ ഇവൻറ്റുകളുണ്ട്. ആൻഡ് വേറൊരു ഇവൻ്റ് ഉണ്ട്, എ എന്ന് പറഞ്ഞ മറ്റൊരു ഇവൻ്റ് ഉണ്ട്. എയുടെ പ്രത്യേകത എ ക്യാൻ ഹാപ്പൻ ഓൺലി ഇഫ് എനി വൺ ഓഫ് ദീസ് ഇവൻറ്റ്സ് ഹാപ്പൻസ്. അപ്പം B1 B2 B3 എക്സെട്ര BNലുള്ള ഏതെങ്കിലും ഒരു ഇവൻ്റ് ഒക്കർ ചെയ്താൽ മാത്രമേ എ എന്ന് പറഞ്ഞ ഇവൻറ്റിന് ഒക്കർ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ഒരു ഇവൻ്റ് ഉള്ള സമയത്താണ് നമ്മൾ ആരെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ബേസ് തിയറത്തിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഇൻവേഴ്സ് പ്രോബബിലിറ്റി. ഇൻവേഴ്സ് പ്രോബബിലിറ്റി എന്ന് പറഞ്ഞതിൻ്റെ ബേസിസിലാണ് നമ്മൾ ബേസ് തിയറം എന്ന് പറഞ്ഞ തിയറം ഉള്ളത്. അപ്പോൾ നമുക്ക് എന്താണ് പ്രോബബിലിറ്റി ഓഫ് BI ഗിവൺ എ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ എടുക്കുന്നത് പ്രോബബിലിറ്റി ഓഫ് BI ഗിവൺ എ, ഇതാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. അപ്പോൾ ദിസ് ഇസ് എ കണ്ടീഷണൽ പ്രോബബിലിറ്റി. അപ്പോൾ കണ്ടീഷണൽ പ്രോബബിലിറ്റിയുടെ ഡെഫിനിഷൻ പ്രകാരം നമുക്ക് അറിയുന്ന കാര്യം, ഇപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ എന്നൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത്? ദിസ് ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി, ഇവരുടെ രണ്ടുപേരുടെ ഇൻ്റർസെക്ഷൻ എഴുതും, ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് എ എന്നാണ് നമ്മൾ എഴുതുക. അപ്പോൾ അതേപോലെ നമ്മളിവിടെ വരുമ്പം പ്രോബബിലിറ്റി ഓഫ് BI ഗിവൺ എ എന്ന് പറയുമ്പോൾ പ്രോബബിലിറ്റി ഓഫ് BI ഇൻ്റർസെക്ഷൻ എ എന്ന് എഴുതുന്നു, ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് എ എന്ന് എഴുതും. അപ്പോൾ നമ്മൾ പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ BI എന്ന് എഴുതിയാലും BI ഇൻ്റർസെക്ഷൻ എ എന്നൊക്കെ എഴുതിയ സെയിം തന്നെയാണ്. ദറ്റ് ഈസ് ഈക്വൽ ടു ഇങ്ങനെ നമ്മൾ എഴുതി അല്ലേ. ഇനി നമുക്ക് പ്രോബബിലിറ്റി ഓഫ് BI ഇൻ്റർസെക്ഷൻ എനെ യൂസിങ് മൾട്ടിപ്ലിക്കേഷൻ തിയറം ഓഫ് പ്രോബബിലിറ്റി എങ്ങനെ എഴുതാൻ നോക്കാം. ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് പ്രോബബിലിറ്റി ഓഫ് BI ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ BI. ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് മൾട്ടിപ്ലിക്കേഷൻ തിയറം ഓഫ് പ്രോബബിലിറ്റിയാണ്. ഇനി താഴെ പ്രോബബിലിറ്റി ഓഫ് എ എന്നുണ്ട് അല്ലേ, പ്രോബബിലിറ്റി ഓഫ് എ. ഇനി നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എങ്ങനെയാണ് നമ്മൾ പ്രോബബിലിറ്റി ഓഫ് എനെ എഴുതാൻ പോകുന്നത് എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിട്ടുണ്ട് എ എന്ന് പറഞ്ഞ ഇവൻ്റ് ഒക്കർ ചെയ്യുന്നത് എപ്പോൾ മാത്രമാണ്? B1 B2 എക്സെട്ര BN എന്ന് പറഞ്ഞ ഇവൻറ്റുകളിൽ ഏതെങ്കിലും ഒന്ന് ഒക്കർ ചെയ്താലാണ്. അപ്പോൾ എക്കുള്ള പ്രോബബിലിറ്റി, എ ഒക്കർ ചെയ്യാനുള്ള പ്രോബബിലിറ്റി ക്യാൻ ബി റിട്ടൺ ആസ് പ്രോബബിലിറ്റി ഓഫ് എ. എങ്ങനെയൊക്കെ ഒക്കർ ചെയ്യാം? ഒന്നില്ലെങ്കിൽ B1 എന്ന് പറഞ്ഞ ഇവൻ്റ് ഒക്കർ ചെയ്ത് ആൻഡ് എ ഒക്കർ ചെയ്യും, ആൻഡ് എന്ന് പറഞ്ഞാൽ ഇൻ്റർസെക്ഷൻ ഇടും, ഇങ്ങനെ എ ഒക്കർ ചെയ്യാം. അല്ലെങ്കിൽ ഓർ, അപ്പോൾ നമ്മൾ യൂണിയനാണ് ഇടുക. B2 എന്ന് പറഞ്ഞ ഇവൻ്റ് ഒക്കർ ചെയ്ത് ആൻഡ് എ ഒക്കർ ചെയ്യാം, ഇങ്ങനെയും സംഭവിക്കാം. ഓർ അങ്ങനെ പോയിട്ട് നമുക്ക് എന്ത് പറയാം? BN ഇൻ്റർസെക്ഷൻ എ, BN ഒക്കർ ചെയ്തിട്ട് എ ഒക്കർ ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഓർ എന്ന് പറഞ്ഞിട്ട് നമ്മളവരെ, അതായത് യൂണിയൻ ഇട്ടിട്ട് നമ്മളവരെ കമ്പൈൻ ചെയ്തിട്ട് എഴുതിയിരിക്കുന്നു. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു. പിന്നെ നമുക്ക് ഈ ഓരോ ഇവൻറ്റുകളും നോക്കാം. ഇവരെല്ലാം B1 B2 എക്സെട്ര BN എല്ലാം മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റുകളാണ്. അതുകൊണ്ട് തന്നെ B1 ഇൻ്റർസെക്ഷൻ എ, B2 ഇൻ്റർസെക്ഷൻ എ എക്സെട്ര BN ഇൻ്റർസെക്ഷൻ എ അവരെല്ലാം മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് ആയിരിക്കും. അപ്പോൾ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റുകളുടെ പ്രത്യേകത, ഇപ്പോൾ രണ്ട് ഇവൻറ്റുകൾ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെങ്കിൽ, എയും ബിയും ഇപ്പോൾ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നത് അവരുടെ യൂണിയൻ P ഓഫ് എ യൂണിയൻ ബിനെ നമുക്ക് P ഓഫ് എ പ്ലസ് P ഓഫ് ബി എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ അതേപോലെ ഇവിടെയും കുറേ ഇവൻറ്റുകളുണ്ട്, അവരുടെ യൂണിയനാണ്, അവരെല്ലാം മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ് എന്നറിയാം. അപ്പോൾ അവരുടെ യൂണിയൻ്റെ പ്രോബബിലിറ്റി നമുക്ക് എങ്ങനെ എഴുതാം? പ്രോബബിലിറ്റി ഓഫ് B1 ഇൻ്റർസെക്ഷൻ എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് B2 ഇൻ്റർസെക്ഷൻ എ പ്ലസ് എക്സെട്ര പ്ലസ് പ്രോബബിലിറ്റി ഓഫ് BN ഇൻ്റർസെക്ഷൻ എ എന്ന് നമുക്ക് വരെ എഴുതാം. ദിസ് ഇസ് ഈക്വൽ ടു, ഇവിടെ B1 ഇൻ്റർസെക്ഷൻ എയുടെ പ്രോബബിലിറ്റിയാണ് കാണേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാം? മൾട്ടിപ്ലിക്കേഷൻ തിയറം ഓഫ് പ്രോബബിലിറ്റി അഗെയിൻ ഇവിടെ അപ്ലൈ ചെയ്യും. അപ്പോൾ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് പ്രോബബിലിറ്റി ഓഫ് B1 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ B1 പ്ലസ് ഇവിടെ പ്രോബബിലിറ്റി ഓഫ് B2 ഇൻ്റർസെക്ഷൻ എനെ പ്രോബബിലിറ്റി ഓഫ് B2 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ B2 എന്ന് എഴുതാം, എക്സെട്ര പ്ലസ് probability of
bn into bn intersection a നെ പ്രോബബിലിറ്റി ഓഫ് bn into പ്രോബബിലിറ്റി ഓഫ് a given bn എന്ന രീതിയിൽ നമുക്ക് പ്രോബബിലിറ്റി ഓഫ് എനെ നമുക്ക് എഴുതാം അല്ലേ. അപ്പോൾ ഈ പ്രോബബിലിറ്റി ഓഫ് എനെ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന എക്സ്പ്രഷൻ നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെർഫോർ വി ക്യാൻ റൈറ്റ് പ്രോബബിലിറ്റി ഓഫ് bi given a ആസ് പ്രോബബിലിറ്റി ഓഫ്, ആദ്യം ന്യൂമറേറ്റർ എഴുതുന്നു, പ്രോബബിലിറ്റി ഓഫ് bi ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി ഐ, അത് മുകളിൽ ഡിവൈഡഡ് ബൈ താഴെ നമ്മൾ പ്രോബബിലിറ്റി ഓഫ് എക്കുള്ള ഈ എക്സ്പ്രഷൻ, ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് b1 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ b1 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് b2 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ b2 എക്സെട്ര പ്ലസ് probability of bn into probability of a given bn, where I is equal to 1, 2, 3 up to n. ഇതാണ് ബേസ് തിയറത്തിൻ്റെ പ്രൂഫ്. അടുത്ത ക്വസ്റ്റ്യൻ, obtain the probability distribution of x if the distribution function of x is capital F of x is equal to 0 if x is less than minus 2 is equal to 1 by 8 if minus 2 less than or equal to x less than 0, 1 by 2 if 0 less than or equal to x less than 3, 7 by 8 if 3 less than or equal to x less than 5, 1 if x is greater than or equal to 5. Also find probability of x greater than minus 2 given x is less than 4. അപ്പോൾ ഇതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ വെറും ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയും, അതാണ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ആണ് തന്നിരിക്കുന്നത്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇവിടെയുള്ള സ്മോൾ എഫ് ഓഫ് എക്സ് ആണ്. അപ്പോൾ സാധാരണ നമ്മൾ സ്മോൾ എഫ് ഓഫ് എക്സ് പി എം എഫ് തന്നിട്ട് സി ഡി എഫ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ അത് ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനാണ്. നമ്മൾ സ്റ്റെപ്പായിട്ട് പി എം എഫിനെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ആരെ കണ്ടുപിടിച്ചിട്ടുണ്ടാവുക, ഈ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനെ കണ്ടുപിടിച്ചിട്ടുണ്ടാവുക. അപ്പം പി എം എഫ് കണ്ടുപിടിക്കാൻ, സി ഡി എഫ് എന്ന് പി എം എഫ് കണ്ടുപിടിക്കാൻ നമ്മൾ സ്റ്റെപ്പായിട്ട് നമ്മൾ സബ്ട്രാക്ട് ചെയ്തിട്ട് വേണം പോകാൻ. അതായത് എഫ് ഓഫ് എക്സ്, എക്സിൻ്റെ പി എം എഫ് കണ്ടുപിടിക്കണമെങ്കിൽ ഞാൻ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എന്ന് ആ എക്സിൻ്റെ തൊട്ട് താഴെ വരുന്ന സംഖ്യകളുടെ, തൊട്ട് ചെറുതായിട്ട് വരുന്ന ആളുകളുടെ സി ഡി എഫിനെ മൈനസ് ചെയ്യണം. അപ്പോൾ എക്സ് മൈനസ് ആപ്സലോൺ എന്നുള്ള രീതിയിൽ നമുക്ക് കൊടുക്കാം. അപ്പോൾ ഏത് സംഖ്യയുടെ ആണോ കാണേണ്ടത്, പി എം എഫ് കാണേണ്ടത്, നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷന് അതിൻ്റെ തൊട്ട് താഴെ വരുന്ന വാല്യൂവിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ നമ്മൾ സബ്ട്രാക്റ്റ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പം ഇതൊക്കെ ചെയ്യണമെങ്കിൽ ആദ്യം നമുക്ക് അറിയേണ്ടത് എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ ഏതൊക്കെ വാല്യൂസ് എടുക്കുന്നു എന്നാണ്. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ജമ്പുകൾ വന്ന പോയിന്റുകൾ അല്ലേ, ഇവിടെ എവിടുന്നാണ്, ഇവിടെ -2 ജമ്പ് ഉണ്ട്, 0 എന്നൊരു ജമ്പ് ഉണ്ട്, 3 എന്നൊരു ജമ്പ് ഉണ്ട്, 5 എന്നൊരു ജമ്പ് ഉണ്ട്. അതായത് നമുക്ക് വരുന്ന വാല്യൂസ് എന്ന് പറഞ്ഞാൽ നമുക്ക് -2 വരുന്നുണ്ട്, 0 വരുന്നുണ്ട്, 3 വരുന്നുണ്ട്, 5 വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അറിയുന്നത് റാൻഡം വേരിയബിൾ എക്സ് എടുക്കുന്ന വാല്യൂസ് ഏതൊക്കെയാണ്, -2 ഉണ്ട്, 0 ഉണ്ട്, 3 ആൻഡ് 5. ഇത്ര വാല്യൂസാണ് എക്സ് എടുക്കുന്നത്. അപ്പോൾ ഇവരുടെ പി എം എഫ് ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എനിക്ക് എഫ് ഓഫ് -2 ആദ്യം കണ്ടുപിടിക്കണം. അപ്പോൾ എഫ് ഓഫ് -2 കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടെയാണ് എഫ് ഓഫ് -2, അതായത് എക്സ് -2 വരുമ്പോൾ ഉള്ളത് ഏതാണ്, 1/8 ആണ്. ആ 1/8 നിന്ന് ഞാൻ ആരെ മൈനസ് ചെയ്യണം, അതിൻ്റെ തൊട്ടു മുകളിലുള്ള എഫ് ഓഫ് എക്സിനെ മൈനസ് ചെയ്യണം. അപ്പോൾ 1/8 മൈനസ് 0 ആണ്, ദറ്റ് ഈസ് 1/8. ഇനി അടുത്തതായിട്ട് ഞാൻ കണ്ടുപിടിക്കേണ്ടത് എഫ് ഓഫ് 0 ആണ് അല്ലേ. എഫ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ 0ന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് നമ്മൾ നോക്കി ഇവിടുന്ന് കിട്ടുന്നത് 1/2 ആണ്. 1/2ന്ന് അതിൻ്റെ തൊട്ട് മുകളിൽ വരുന്ന എഫ് ഓഫ് എക്സ്, അതായത് 1/8നെ നമ്മൾ മൈനസ് ചെയ്യാം. അപ്പോൾ 1/2 മൈനസ് 1/8 അത് സബ്ട്രാക്ട് ചെയ്യുമ്പം നമുക്ക് കിട്ടുന്നത് 3/8 എന്നാണ്. കാരണം 1/2 ഈസ് 4/8, 4/8 മൈനസ് 1/8 ഈസ് 3/8. ഇനി അടുത്തത് എക്സിൻ്റെ അടുത്ത വാല്യൂ ഇസ് 3. എഫ് ഓഫ് 3 കാണണമെങ്കിൽ 3ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫ് ഓഫ് എക്സ്, ദറ്റ് ഈസ് 7/8 ആണ് വരുന്നത്. 7/8 മൈനസ് അതിൻ്റെ തൊട്ട് മുകളിലുള്ളത്, അപ്പോൾ 7/8 മൈനസ് 1/2, ദറ്റ് ഈസ് 7/8 മൈനസ് ഇത് നമുക്ക് 4/8 എന്ന് എഴുതാം അല്ലേ. അപ്പോൾ ദറ്റ് ഈസ് അഗെയിൻ 3/8 ഇങ്ങനെ കിട്ടുന്നു.
ആൻഡ് വി ഹാവ് എഫ് ഓഫ് 5. എഫ് ഓഫ് 5 എന്താണ്? എഫ് ഓഫ് 5ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫ് ഓഫ് എക്സ് ദറ്റ് ഇസ് 1 മൈനസ് അതിൻ്റെ തൊട്ട് മുകളിലുള്ളത് 7/8 ആണ്. അപ്പോൾ 1 മൈനസ് 7/8 ഈസ് 1/8. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന പി എം എഫുകൾ. അതായത് എക്സ് എടുക്കുന്ന വാല്യൂസ് നമുക്കറിയാം, -2, 0, 3 ആൻഡ് 5. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നു. അപ്പം നമുക്ക് എക്സിൻ്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട പ്രോബബിലിറ്റി എന്താണെന്ന് നോക്കാം. ഇനി നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്ന പ്രോബബിലിറ്റി ഒരു കണ്ടീഷണൽ പ്രോബബിലിറ്റിയാണ്. അതായത് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ -2 ഗിവൺ എക്സ് ഇസ് ലെസ് ദാൻ 4. ഈ പ്രോബബിലിറ്റിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഒരു കണ്ടീഷണൽ പ്രോബബിലിറ്റി കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് അറിയുന്ന ഒരു കാര്യം, അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി എന്ന് തന്നിട്ടുണ്ടെങ്കിൽ വി ക്യാൻ റൈറ്റ് ദിസ് ആസ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. അതായത് ഈ രണ്ടുപേരുടെയും ഒന്നായിട്ടുള്ള പ്രോബബിലിറ്റി ഡിവൈഡഡ് ബൈ താഴെ പ്രോബബിലിറ്റി ഓഫ് ബി എന്നാണ് നമുക്ക് എഴുതുക. അപ്പോൾ അതേപോലെ ഇവിടെ വരുമ്പം ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ -2 എക്സ് ലെസ് ദാൻ 4 എന്ന് നമുക്ക് ന്യൂമറേറ്ററിൽ വരും, ഡിവൈഡഡ് ബൈ താഴെ ഡിനോമിനേറ്ററിൽ നമ്മൾ എഴുതുന്നത് പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ 4 എന്നാണ് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കൂ, ന്യൂമറേറ്ററിൽ എക്സിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ -2 ആയിരിക്കണം ആൻഡ് എക്സിൻ്റെ വാല്യൂ ലെസ് ദാൻ 4 ആയിരിക്കണം. അപ്പോൾ എക്സിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ മാത്രമാണ് ഈക്വൽ ടു ഇല്ല. അപ്പോൾ എക്സിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ -2ഉം ലെസ് ദാൻ 4ഉം ആയിരിക്കണം. അപ്പോൾ -2നെക്കാട്ടും കൂടുതലും ആവണം, 4നെക്കാട്ടും ലെസ്സും ആവണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ വരുന്ന വാല്യൂസ് ഇവിടെ രണ്ടെണ്ണേ ഉള്ളൂ. ഏതൊക്കെയാണ്? എക്സിന് അപ്പോൾ 0 ആവാം, എക്സിന് 3 ആവാം. അപ്പം ന്യൂമറേറ്ററിൽ ഈ കണ്ടീഷൻ അനുസരിക്കുന്ന രണ്ട് പേരാണ്. ദറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 ആവാം, ഓർ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 3 എന്ന് നമുക്ക് എഴുതാം, ഡിവൈഡഡ് ബൈ ഞാൻ ഡിനോമിനേറ്ററിൽ നോക്കുകയാണ്. ഇവിടെ എക്സിൻ്റെ വാല്യൂ ലെസ് ദാൻ 4, 4നെക്കാട്ടും ചെറിയ വാല്യൂസ് എക്സിന് ഏതൊക്കെയാണുള്ളത്? 3 ഉണ്ട്, 0 ഉണ്ട്, -2 ഉണ്ട്. That can be written as probability of x is equal to -2 plus probability of x is equal to 0 plus probability of x is equal to 3 എന്ന് നമുക്ക് എഴുതാം. This is equal to probability of x is equal to 0 is our f of 0 plus this is our f of 3. ഇപ്പോൾ ന്യൂമറേറ്ററിൽ ഇത് രണ്ടിൻ്റെയും സമ്മാണ്. ഡിനോമിനേറ്ററിൽ probability of x is equal to -2 is f of -2. അടുത്തത് എഫ് ഓഫ് 0 പ്ലസ് എഫ് ഓഫ് 3 എന്നാണ് വരുന്നത് അല്ലേ. ദറ്റ് ഈസ് ഈക്വൽ ടു വാട്ട് ഈസ് എഫ് ഓഫ് 0? എഫ് ഓഫ് 0 ഈസ് 3/8 പ്ലസ് വാട്ട് ഈസ് എഫ് ഓഫ് 3? ദറ്റ് ഈസ് ഓൾസോ 3/8 ഡിവൈഡഡ് ബൈ ഇവിടെ എഫ് ഓഫ് -2 ഈസ് 1/8 പ്ലസ് 3/8 പ്ലസ് 3/8 എന്നാണ് വരുന്നത്. ദറ്റ് ഈസ് ഈക്വൽ ടു 6/8 ഡിവൈഡഡ് ബൈ 7/8 എന്ന് വരുന്നു, വിച്ച് ഇസ് ഈക്വൽ ടു 6/7. ഇതാണ് നമ്മുടെ റിക്വയർഡ് പ്രോബബിലിറ്റി. അടുത്ത ക്വസ്റ്റ്യൻ, ഗിവൺ ദ PDF ഓഫ് എക്സ് ആസ് f of x is equal to 2e raised to -2x for x greater than 0. Find the PDF of y is equal to 2x minus 5. അപ്പോൾ നമുക്ക് എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിളിൻ്റെ PDF അറിയാം. ദറ്റ് ഈസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2e raised to -2x, എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ 0. അതായത് എക്സിൻ്റെ റേഞ്ച് 0 to ഇൻഫിനിറ്റി ആണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് y ഇസ് ഈക്വൽ ടു 2x minus 5 എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ വിച്ച് ഇസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ്, അതിൻ്റെ PMF ആണ്. അപ്പം ബൈ ഡെഫിനിഷൻ നമുക്ക് അറിയുന്നത് ദ PMF ഓഫ് y നമുക്ക് g of y എന്ന് കൊടുക്കാം. g of y can be written as f of x into 1 divided by modulus of dy by dx. ഇങ്ങനെ നമുക്ക് എഴുതാം അല്ലേ. അപ്പോൾ ഇവിടെ വാട്ട് ഇസ് y is 2x minus 5. അപ്പോൾ നമുക്ക് എന്താണ് dy by dx എന്ന് നോക്കാം. dy by dx is equal to 2 into x ആണ്. അപ്പോൾ 2 അല്ലേ. മറ്റേത് 5 എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് 0. അപ്പോൾ dy by dx is equal to 2 and modulus of dy by dx is equal to
2 തന്നെ. അപ്പോൾ നമുക്ക് ജി ഓഫ് ഐ എഴുതാം. അപ്പോൾ ജി ഓഫ് ഐ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഇൻറ്റു വാട്ട് ഈസ് എഫ് ഓഫ് എക്സ് 2 e raised to minus 2x into 1 divided by dy by dx which is 2. അപ്പം ദിസ് ഈസ് ഇ റേസ് ടു മൈനസ് 2x എന്നാണ് കിട്ടിയിരിക്കുന്നത്. ഇത് വൈൻ്റെ പി എം എഫ് ആണ്, അതിനെ വൈൻ്റെ ടേംസിൽ തന്നെ എഴുതണം. അപ്പോൾ നമുക്ക് അറിയാം y എന്ന് പറയുന്നത് 2x മൈനസ് 5 ആണ്. അപ്പോൾ വാട്ട് ഈസ് എക്സ് എന്ന് നോക്കാം അല്ലേ, അല്ലെങ്കിൽ 2x എന്താ, നമുക്കിവിടെ 2x ആണ് വേണ്ടത്. ഓർ 2x ഇസ് ഈക്വൽ ടു y പ്ലസ് 5 എന്ന് എഴുതും. അപ്പോൾ ഇവിടെ വരുന്നത് ഇ റേസ് ടു മൈനസ് 2x എന്നുള്ള സ്ഥലത്ത് ഇ റേസ് ടു മൈനസ് ഓഫ് 5y പ്ലസ് 5 എന്ന് എഴുതും. ഇനി ഒരു കാര്യം കൂടി നമുക്ക് ശരിയാക്കാനുണ്ട്, വൈൻ്റെ റേഞ്ച്. അപ്പോൾ നമ്മൾ എക്സിൻ്റെ റേഞ്ച് നോക്കി, എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എക്സിൻ്റെ റേഞ്ച് 0 ടു ഇൻഫിനിറ്റി ആണ് പോകുന്നത്. അങ്ങനെയാണെന്ന് വെച്ചാൽ വൈൻ്റെ റേഞ്ച് എന്താണ്? അപ്പോൾ വെൻ എക്സ് ഇസ് ഈക്വൽ ടു 0, വെൻ എക്സ് ഇസ് ഈക്വൽ ടു 0 വട്ട് ഇസ് വൈ? വൈ ഇസ് ഈക്വൽ ടു 2x മൈനസ് 5 ആണ്. അപ്പോൾ 2 ഇൻറ്റു 0 മൈനസ് 5 ദറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് 5. വെൻ എക്സ് ഇസ് ഈക്വൽ ടു ഇൻഫിനിറ്റി വട്ട് ഇസ് വൈ? വൈ ഇസ് 2 ടൈംസ് ഇൻഫിനിറ്റി മൈനസ് 5 വിച്ച് ഇസ് ഇൻഫിനിറ്റി ഇറ്റ് സെൽഫ് അല്ലേ. അപ്പം വൈൻ്റെ റേഞ്ച് എന്താണ്? വൈ ലൈസ് ബിറ്റ്വീൻ മൈനസ് 5 ആൻഡ് ഇൻഫിനിറ്റി. നമുക്കിങ്ങനെ എഴുതാം. ഓർ വൈ ഇസ് ഗ്രേറ്റർ ദാൻ മൈനസ് 5 എന്ന് എഴുതിയാലും മതി. ദിസ് ഇസ് ദ പി എം എഫ് ഓഫ് വൈ. അടുത്ത ക്വസ്റ്റ്യൻ, the PDF of x is f of x is equal to 1, 0 less than x less than 1. Find the coefficient of skewness of x based on moments. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എക്സിൻ്റെ പി എം എഫ് തന്നിട്ടുണ്ട്, എഫ് ഓഫ് എക്സ് തന്നിരിക്കുന്നത് 1 ആണ്. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന് തന്നിട്ടുണ്ട്. എക്സിൻ്റെ റേഞ്ച് 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1. നമുക്ക് കോയഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് ആണ് കാണേണ്ടത് ബേസ്ഡ് ഓൺ മൂമെൻറ്റ്സ്. അപ്പോൾ കോയഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് എന്താണ്? കോയഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് β1 നമുക്ക് കണ്ടുപിടിക്കാം. β1 ഇസ് ഈക്വൽ ടു μ3 സ്ക്വയർ ഡിവൈഡഡ് ബൈ μ2 ക്യൂബ് എന്നാണ്. അപ്പോൾ ഇത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് μ2 വിച്ച് ഇസ് ദ സെക്കൻഡ് സെൻട്രൽ മൂമെൻറ്റ് ആൻഡ് μ3 വിച്ച് ഇസ് ദ തേർഡ് സെൻട്രൽ മൂമെൻറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡയറക്റ്റായിട്ട് സെൻട്രൽ മൂവ്മെൻറ്റ് കാണുന്നതിന് പകരം നമ്മൾ ആദ്യം റോ മൂവ്മെൻറ്റ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് റോ മൂവ്മെൻറ്റ് μ1 കണ്ടുപിടിക്കാം. വാട്ട് ഈസ് μ1? ഫസ്റ്റ് റോ മൂവ്മെൻറ്റ്, അതായത് ആർത്ത് റോ മൂവ്മെൻറ്റ് μr' എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് റേസ് ടു r ആണ്. അപ്പോൾ μ1 ഇസ് മീൻ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ആണ്. ദറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ എക്സ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ് അല്ലേ വരുന്നതായിട്ട് അല്ലേ. ദറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 1 എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഇസ് 1 ഡി എക്സ്. അപ്പം ദിസ് ഇസ് എക്സ് ഡി എക്സ് എന്ന് കിട്ടും. അപ്പോൾ എക്സിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വരുന്നത് x²/2 ആണ് ബിറ്റ്വീൻ ലിമിറ്റ്സ് 0 and 1. ഇതിന് അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പം നമുക്ക് 1/2 കിട്ടും, ലോവർ ലിമിറ്റ് 0 ആണ്. അപ്പം ദാറ്റ് ഇസ് ആൻസർ ഇസ് 1/2. അപ്പോൾ μ1 കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് കാണേണ്ടത് μ2 ആണ്. μ2 ഇസ് എക്സ്പെക്റ്റേഷൻ ഓഫ് x², ദറ്റ് ഇസ് ഇൻ്റഗ്രൽ 0 to 1 x² ഇൻറ്റു എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് ഇസ് 1 dx. ദറ്റ് ഈസ് ഈക്വൽ ടു x² ഇൻ്റഗ്രേറ്റ് ചെയ്താൽ x³/3 എന്ന് കിട്ടും ബിറ്റ്വീൻ ലിമിറ്റ്സ് 0 and 1. ദറ്റ് ഈസ് ഈക്വൽ ടു 1/3. ഇനി നമ്മൾ μ3 ആണ് നോക്കുന്നത്. ദറ്റ് ഈസ് എക്സ്പെക്റ്റേഷൻ ഓഫ് x³ വിച്ച് ഇസ് ഇൻ്റഗ്രൽ 0 to 1 x³ ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ് വിച്ച് ഇസ് 1 ഹിയർ. ദറ്റ് ഈസ് ഈക്വൽ ടു x³ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ x⁴/4 എന്ന് കിട്ടുന്നു ബിറ്റ്വീൻ ലിമിറ്റ്സ് 0 and 1 ആൻഡ് ദ വാല്യൂ ഈസ് 1/4. അപ്പം μ1 μ2 ആൻഡ് μ3 നമുക്ക് കിട്ടി. ഇനി നമുക്ക് വേണ്ടത് μ2ഉം μ3 അല്ലേ. അപ്പോൾ വാട്ട് ഈസ് μ2? സെൻട്രൽ മൂവ്മെൻറ്റ്സിനെ നമ്മളുടെ റോ മൂവ്മെൻറ്റ്സിൻ്റെ ടേംസിൽ എഴുതാൻ പോവാണ്. അപ്പോൾ μ2 ഈസ് μ2 മൈനസ് μ1 ദ ഹോൾ സ്ക്വയർ. ദറ്റ് ഈസ് ഈക്വൽ ടു μ2 ഇസ് 1/3 മൈനസ് μ1 ഇസ് 1/2. അപ്പം 1/3 മൈനസ് 1/2 ദ ഹോൾ സ്ക്വയർ, ദറ്റ് ഈസ് 1/3 മൈനസ് 1/4.
that is cross multiply ചെയ്താൽ 4 minus 3 by 12, that is 1 by 12. അപ്പം mu2 എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിരിക്കുന്നത് 1 by 12 ആണ്. ഇനി നമുക്ക് mu3 കണ്ടുപിടിക്കാം. what is mu3? mu3 is equal to mu3 dash minus 3 mu2 dash mu1 dash plus 2 into mu1 dash the whole cube, that is equal to mu3 dash is 1 by 4 minus 3 into mu2 dash, that is 1 by 3 into mu1 dash, which is 1 by 2 plus 2 into mu1 dash the whole cube, that is equal to, നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പം 1 by 4 minus 1 by 2, ഇവിടെ 1 by 8 into 2 എന്ന് വരും അല്ലേ, that is again 1 by 4 എന്ന് വരുന്നു. or mu3 is equal to 0 എന്നാണ് വരുന്നത്. അപ്പം ഇതെല്ലാം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് നമുക്ക് β1 കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് ബേസ്ഡ് ഓൺ മൂമെൻറ്റ്സ് കണ്ടുപിടിക്കാം. അപ്പം β1 ഇസ് ഈക്വൽ ടു നമ്മുടെ ഫോർമുല പ്രകാരം ഇറ്റ് ഈസ് mu3 സ്ക്വയർ ഡിവൈഡഡ് ബൈ mu2 ക്യൂബാണ്. ഇവിടെ mu3 സ്ക്വയർ ഇസ് 0 ആണ്, ഡിവൈഡഡ് ബൈ ഇപ്പോൾ mu2 സ്ക്വയർ എന്ത് വാല്യൂ തന്നെ ആണെങ്കിലും ആൻസർ ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ coefficient of skewness β1 is equal to 0, gamma 1 which is root of β1 is also equal to 0. അടുത്ത question, define characteristic function of a random variable x. If phi x of t is the characteristic function of x, prove that modulus of phi x of t is less than or equal to 1. അപ്പോൾ ആദ്യം നമുക്ക് ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യാം. ലെറ്റ് എക്സ് ബി എ റാൻഡം വേരിയബിൾ ഹാവിംഗ് പി എം എഫ് ഓർ പി ഡി എഫ് എഫ് ഓഫ് എക്സ്, ദെൻ ദ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ ഇസ് ഗിവൺ ബൈ phi x of t is equal to expectation of e raised to I t x, where I is equal to root of minus 1, that is equal to summation over x e raised to I t x into f of x if x is discrete, and is equal to integral over x e raised to I t x f of x dx if x is continuous. അപ്പോൾ ഇതാണ് നമ്മളെ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ. ആൻഡ് ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് എല്ലാ വാല്യൂസിനും എക്സിസ്റ്റ് ചെയ്യുന്നതാണ്. അത് മൊമെൻറ്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ എല്ലാ വാല്യൂസിനും എക്സിസ്റ്റ് ചെയ്യില്ല, എല്ലാത്തിനും ചിലപ്പം എക്സിസ്റ്റ് ചെയ്യണമെന്നില്ല. പക്ഷേ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ എല്ലാ വാല്യൂസിനും എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് മോഡുലസ് ഓഫ് phi x of t ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്നാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് മോഡുലസ് ഓഫ് phi x of t എന്താണെന്ന് നോക്കാം. മോഡുലസ് ഓഫ് phi x of t is equal to മോഡുലസ് ഓഫ് എക്സ്പെക്റ്റേഷൻ ഓഫ് e raised to I t x, ഇതാണ് വരുന്നത് അല്ലേ. ദറ്റ് ഈസ് ഈക്വൽ ടു, ഇപ്പോൾ ഒരു കണ്ടിന്യൂസ് കേസ് ആണെങ്കിൽ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ദിസ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ എക്സ് ഇ റേസ് ടു ഐ ടി എക്സ്. നമ്മൾ എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ് റേഞ്ച് എടുക്കുകയാണ്, മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി, ടി എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് നമുക്ക് എഴുതാം അല്ലേ. അതിൻ്റെ മോഡുലസ് ആണ് നമുക്ക് കാണേണ്ടത്. ബൈ ദ പ്രോപ്പർട്ടി ഓഫ് ദി ഇൻ്റഗ്രൽ നമുക്ക് ഈ മോഡുലസിനെ ഇങ്ങനെ എഴുതാം. ദിസ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി മോഡുലസ് ഓഫ് ഇ റേസ് ടു ഐ ടി എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ ഇതിനാണ് മോഡുലസ് വരുന്നത് ഡി എക്സ്. ദറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി മോഡുലസ് ഓഫ് ഇ റേസ് ടു ഐ ടി എക്സ് ഇൻറ്റു മോഡുലസ് ഓഫ് എഫ് എക്സ് എന്ന് എഴുതാം. മോഡുലസ് ഓഫ് എഫ് എക്സ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പി ഡി എഫ് ആണ്. പി ഡി എഫ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അതിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് അല്ലേ. അപ്പോൾ ദിസ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി മോഡുലസ് ഓഫ് ഇ റേസ് ടു ഐ ടി എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് നമുക്ക് എഴുതാം. വാട്ട് ഈസ് മോഡുലസ് ഓഫ് ഐ ടി എക്സ്? മോഡുലസ് ഓഫ് ഇ റേസ് ടു ഐ ടി എക്സ് മോഡുലസ് ഓഫ് ഇ റേസ് ടു ഐ ടി എക്സ് ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് കോസ് സ്ക്വയർ ടി എക്സ് പ്ലസ് സൈൻ സ്ക്വയർ ടി എക്സ് ആണ്. ദറ്റ് ഈസ് ഈക്വൽ ടു 1. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്നത് ദിസ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി 1 ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ്, or this is integral f of x
ഡി എക്സ് ആണ്. അതായത് എഫ് ഓഫ് എക്സിനെ കംപ്ലീറ്റ് റേഞ്ചിൽ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് 1 എന്നാണ് കിട്ടുക. അപ്പോൾ നമുക്ക് കിട്ടി മോഡുലസ് ഓഫ് ഫൈ എക്സ് ഓഫ് ടി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് Cauchy-Schwarz inequality for two random variables x and y. അപ്പോൾ Cauchy-Schwarz inequalityയുടെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ലെറ്റ് എക്സ് കോമ വൈ ബി എ പെയർ ഓഫ് റാൻഡം വേരിയബിൾസ് then expectation of xy the whole square is less than or equal to expectation of x square into expectation of y square. ഇതാണ് Cauchy-Schwarz inequality. നമ്മളതിൻ്റെ പ്രൂഫാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യുന്നത് ഒരു എക്സ്പെക്റ്റേഷൻ നമ്മൾ കൺസിഡർ ചെയ്യാണ്. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് മൈനസ് ആൽഫ വൈ ദ ഹോൾ സ്ക്വയർ. ഇതൊരു സ്ക്വയേർഡ് ക്വാണ്ടിറ്റിയുടെ എക്സ്പെക്റ്റേഷനാണ്. അപ്പം ദിസ് ഇസ് ഷുവർലി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇനി നമ്മളിതിനെ എക്സ്പാൻഡ് ചെയ്യുന്നു. അപ്പോൾ ദിസ് ഇസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 2 ആൽഫ എക്സ് വൈ പ്ലസ് ആൽഫ സ്ക്വയർ y square. This is greater than or equal to 0. ഇനി ബ്രാക്കറ്റ് മാറ്റി നമ്മൾ എക്സ്പെക്റ്റേഷൻ നോക്കാം. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 2 ആൽഫ ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് വൈ പ്ലസ് ആൽഫ സ്ക്വയർ ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ സ്ക്വയർ. ദറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇവിടെയൊക്കെ എക്സ്പെക്റ്റേഷൻ്റെ ഉള്ളിൽ നിന്ന് കോൺസ്റ്റൻറ്റുകളെ നമ്മൾ പുറത്തേക്ക് മാറ്റി വെച്ചതാണ് അല്ലേ. ഓർ ഇതിനെ നമുക്ക് ഇവിടെ ഒരു ആൽഫ സ്ക്വയറിൻ്റെ ഫംഗ്ഷനാണ്, ആൽഫ സ്ക്വയറിൻ്റെ ടേം ഉണ്ട്, ഇവിടെ ആൽഫയുടെ ടേം ഉണ്ട്. അപ്പോൾ നമ്മൾ ആൽഫ സ്ക്വയറിൻ്റെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനായിട്ടാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ആൽഫ സ്ക്വയർ ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ സ്ക്വയർ മൈനസ് 2 ആൽഫ ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് വൈ പ്ലസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ. ജസ്റ്റ് നമ്മൾ ഇവരെ അറേഞ്ച്മെൻ്റ് ഒന്ന് മാറ്റിയിട്ട് എഴുതി റീഅറേഞ്ച് ചെയ്തിട്ട് നമ്മൾ എഴുതുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് ദിസ് ഇസ് എ ക്വാഡ്രാറ്റിക് എക്സ്പ്രഷൻ ഇൻ ആൽഫ അല്ലേ. ഈ റൈറ്റ് ഹാൻഡ് സൈഡ് എന്താണ്? ഒരു ക്വാഡ്രാറ്റിക് എക്സ്പ്രഷനാണ്. ക്വാഡ്രാറ്റിക് എക്സ്പ്രഷൻ ഇൻ ആൽഫ. ആൽഫയിലുള്ള ഒരു ക്വാഡ്രാറ്റിക് എക്സ്പ്രഷനാണ്. അപ്പോൾ ഈ ആൽഫയിലുള്ള ഒരു ക്വാഡ്രാറ്റിക് എക്സ്പ്രഷൻ, ഈ ക്വാഡ്രാറ്റിക് എക്സ്പ്രഷൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡിസ്ക്രിമിനൻറ്റ് ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. ഡിസ്ക്രിമിനൻ്റ് എന്തായിരിക്കണം? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. എന്താ ഡിസ്ക്രിമിനൻ്റ് എന്ന് പറഞ്ഞാൽ? ബി സ്ക്വയർ മൈനസ് 4ac നമ്മൾ ഡിസ്ക്രിമിനൻ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ക്വാഡ്രാറ്റിക് എക്സ്പ്രഷൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡിസ്ക്രിമിനൻ്റ് ബി സ്ക്വയർ മൈനസ് 4ac എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആവണം. അപ്പോൾ എന്താണ് ബി? ബി എന്ന് പറഞ്ഞാൽ ആൽഫയുടെ കോയഫിഷ്യൻ്റ് ആയിട്ട് വരുന്നതാണ്. ദറ്റ് ഈസ് 2 ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് വൈ. അപ്പോൾ ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് വൈ, അതിൻ്റെ സ്ക്വയറാണ്. ദിസ് ഇസ് ബി സ്ക്വയർ. ഇതാണ് നമ്മൾ ബി എന്ന് പറയുന്നത്. മൈനസ് 4ac. എ എന്ന് പറയുന്നത് ആൽഫ സ്ക്വയറിൻ്റെ കോയഫിഷ്യൻ്റാണ്. അപ്പം 4a സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ സ്ക്വയർ. സി എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആയിട്ട്, അതായത് ആൽഫ ഇല്ലാത്ത ടേമാണ്. അവിടെ അത് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയറാണ് അല്ലേ. ദിസ് വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. അല്ലെങ്കിൽ നമുക്ക് പറയാം 4 ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് വൈ ദ ഹോൾ സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ സ്ക്വയർ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറയാം. ഓർ 4 ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് വൈ ദ ഹോൾ സ്ക്വയർ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ സ്ക്വയർ. ഇവിടെ നമുക്ക് 4 ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് വൈ ദ ഹോൾ സ്ക്വയർ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ സ്ക്വയർ. ഇങ്ങനെയാണ് നമ്മൾ Cauchy-Schwarz ഇൻഇക്വാലിറ്റി പ്രൂവ് ചെയ്യുന്നത്.